കർണാടകയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ് ചർച്ചകൾ ഇന്നും ഡൽഹിയിൽ തുടരും. അതേസമയം DK ശിവകുമാർ ഇന്ന് ഡൽഹിയിലെത്തും. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നാണ് സൂചന. വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷകർ ഹൈക്കമാൻഡിന് ഒരു റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ആരായിരിക്കും ഇനി അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാവുക. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളാണ് കർണാടകയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ചർച്ചകൾ തുടരുകയാണ് ഭദ്ര. ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസ് നേതൃത്വം പരമാവധി ശ്രമിക്കുന്നത്. ഇപ്പോൾ DK ശിവകുമാർ ഡൽഹിയിലേക്ക് തിരിക്കുകയാണ്. അദ്ദേഹം 9:30 ബംഗളൂരുവിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. DK കൂടി ഡൽഹിയിലേക്ക് എത്തിയ ശേഷം കൂടുതൽ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതേസമയം ഈ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഈ ഉപമുഖ്യമന്ത്രി പദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൽ ചില ഉറപ്പ് തനിക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ ഉപാധികളിൽ തനിക്ക് ഒരു ഉറപ്പ് വേണമെന്നൊരു ആവശ്യം ഇപ്പോൾ DK ഹൈക്കമാൻഡിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഏതായാലും DK ശിവകുമാർ ഡൽഹിയിലേക്ക് എത്തിയ ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ ചർച്ച നടക്കുക. കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം 85 MLA-മാരുടെ പിന്തുണയാണ് നിലവിൽ സിദ്ധരാമയ്യയ്ക്ക് ഉള്ളത്. 45 MLA-മാരുടെ പിന്തുണയാണ് DK ശിവകുമാറിനുള്ളത്. ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഈ ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കൈമാറിയിരിക്കുന്നത്. ഇന്നലെ രാത്രി നിരീക്ഷകർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗം മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്നിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ആ അധികാരം പാർട്ടി അധ്യക്ഷന് നൽകുകയാണ് ചെയ്തത്. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കും ഈ സ്ഥാനാർത്ഥിയെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ പ്രഖ്യാപനം നടത്തുക. പക്ഷേ DK ശിവകുമാർ കൂടി എത്തിയ ശേഷമേ ഒരു ചർച്ചയിലൂടെ ഒരു അനുനയത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇന്നലെ DK ശിവകുമാറിനോട് ഡൽഹിയിലേക്ക് വരാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി DK യാത്ര മാറ്റിവെക്കുകയായിരുന്നു. പിന്നീടാണ് ഇന്നിപ്പോൾ അവിടേക്ക് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയോടുകൂടി DK അവിടേക്ക് എത്തും. അതേസമയം സിദ്ധരാമയ്യ ഇന്നലെ തന്നെ അവിടേക്ക് എത്തിയിരുന്നു. സിദ്ധരാമയ്യക്കൊപ്പം 6 MLA-മാരും എത്തിയിട്ടുണ്ട്. ഹൈക്കമാൻഡ് നേതൃത്വം സിദ്ധരാമയ്യയുമായി ചർച്ച നടത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ DK ശിവകുമാർ കൂടി എത്തിയ ശേഷം കൂടുതൽ ചർച്ചകൾ നടക്കും. മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ചർച്ചകൾ നടക്കുന്നത്. പരമാവധി ഇന്ന് തന്നെ പ്രഖ്യാപനം നടത്താനുള്ള ശ്രമമാണ് ഹൈക്കമാൻഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളിൽ ഒരു അനുനയം ഉണ്ടായാൽ നിലവിൽ 2 വർഷം സിദ്ധരാമയ്യയും 3 വർഷം DK ശിവകുമാറും എന്നുള്ളതാണ് നിലവിൽ വെച്ചിരിക്കുന്ന ഒരു ഫോർമുല. ഈ ഫോർമുലയിൽ പക്ഷേ ആദ്യത്തെ തവണ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകുമ്പോൾ താൻ 2ാം തവണയാകുമ്പോൾ അതിന് ചില ഉറപ്പുകളാണ് DK ശിവകുമാർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ 2 വർഷം കഴിയുമ്പോൾ ഈ സിദ്ധരാമയ്യ ആ സ്ഥാനത്ത് നിന്ന് മാറുന്ന കാര്യത്തിൽ ഉൾപ്പെടെ തനിക്ക് ഉറപ്പുകൾ വേണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് DK ശിവകുമാർ. ഏതായാലും ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അനുനയത്തിലൂടെ പ്രശ്നമില്ലാതെ കാര്യം പരിഹരിച്ച് എത്രയും വേഗം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമം ഹൈക്കമാൻഡ് തുടരുകയാണ്. ഭദ്ര. ആന്റണി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇപ്പോൾ ഈ നാളെ നീളെ എന്ന് പറയുന്ന രീതിയിലേക്കാണ് കോൺഗ്രസിൻ്റെ ഈ ഒരു കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധമാക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കൂടി കാര്യങ്ങൾ കടക്കുന്നുണ്ടോ? അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങളിലേക്ക് പോകുന്നൊരു ഘട്ടം ഈ ഒരു സമയത്തുണ്ടോ? അത്തരം ആലോചനകളോ ചർച്ചകളോ നടക്കുന്നുള്ളതായുള്ള സൂചനകളൊന്നുമില്ല. കാരണം ഈ നിലവിലത്തെ സാഹചര്യത്തിൽ BJP അവിടെ ആകെ പതറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരം നീക്കങ്ങളൊന്നും നിലവിൽ അവിടെ ഇല്ല. പക്ഷേ ഇവിടെ ഈ തർക്കമല്ല, മറിച്ച് 2 നേതാക്കൾക്കുമുള്ള ഒരു പ്രാധാന്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 2 പേരും അവകാശവാദം ഉന്നയിക്കുമ്പോൾ അതിലെ ആരെ കണ്ടെത്തും അല്ലെങ്കിൽ ആരെ നിയോഗിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം 2 പേർക്കും ഈ വിജയത്തിൽ തുല്യ പ്രാധാന്യമാണ് അല്ലെങ്കിൽ തുല്യ പങ്കാണ് ഉള്ളത്. അത് നിഷേധിക്കാൻ കഴിയില്ല ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. ആ ഘട്ടത്തിലാണ് ഈ പ്രശ്നം ഒരു സമവായത്തിലൂടെ പരിഹരിച്ച് അനുനയത്തിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള നീക്കം നടക്കുന്നത്. ആ നീക്കം വിജയിക്കും. ഇന്നലെയോടുകൂടി അത് പൂർത്തിയാകുമെന്നാണ് ഹൈക്കമാൻഡ് കരുതിയിരുന്നത്. പക്ഷേ ഇന്നലെ DK ശിവകുമാർ എത്താതിരുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ഇന്ന് DK ശിവകുമാർ കൂടി ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ചർച്ചകൾ കൂടുതൽ സജീവമാകും. DK ഉൾപ്പെടെ ഒപ്പം ഇരുത്തി ചർച്ചകൾ നടത്താനുള്ള നീക്കമാണ്
ഇപ്പോൾ നടക്കുന്നത്. സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരെയും ഡി കെ ശിവകുമാർ കാണുമെന്നുള്ള വിവരങ്ങളുമുണ്ട്. ഏതായാലും ഇന്ന് ഈ ചർച്ചകൾ കൂടുതൽ സജീവമാവും. സിദ്ധരാമയ്യയുമായും ഡി കെ ശിവകുമാറുമായും ഇന്ന് ഹൈക്കമാൻഡ് നേതൃത്വം നേരിട്ട് തന്നെ ചർച്ച നടത്തും. ആ ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കമാൻഡ് കരുതുന്നത്. അതനുസരിച്ചുള്ള തീരുമാനവും ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ പ്രഖ്യാപനം നടത്തി അടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ നടത്താനുള്ള ഒരു ശ്രമമാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭദ്ര, വ്യക്തമാണ് ആന്റണി. കർണാടകയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനാകാതെ കോൺഗ്രസ്. ചർച്ചകൾ ഇന്നും ഡൽഹിയിൽ തുടരും. ഇന്ന് ഡി കെ ശിവകുമാർ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും എന്നാണ് സൂചന. ഇരു നേതാക്കളെയും അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനമായും ഡി കെ ശിവകുമാറിനെ കഴിഞ്ഞ ദിവസം നിരീക്ഷക സമിതി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ 85 MLA-മാർക്കും പിന്തുണ നൽകിയിരിക്കുന്നത് സിദ്ധരാമയ്യയ്ക്ക് വേണ്ടിയാണ്. അതേസമയം 45 MLA-മാർ മാത്രമാണ് ഡി കെ ശിവകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ തന്നെ നടക്കാനുള്ള സാധ്യതയും ഉണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നാഷണൽ ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ്.